ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടൊന്നും ഒരു വിവരവുമില്ലാതെയാണ് ശാസ്ത്രമംഗലം കൗൺസിലർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് എന്തധികാരം ഒരു MLA-യോട് പിന്നെ നിങ്ങളുടെ ആഫീസ് ഒഴിഞ്ഞു പോകണം, ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ വിചാരിച്ചാൽ ഒഴിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അവിടെ ഓഫീസ്? അങ്ങനെ ഒഴിപ്പിക്കാനൊന്നും കഴിയില്ല. ഇതാണ് അധികാരം ഏറ്റിട്ട് 3 ദിവസമായുണ്ട്. അതിന് മുമ്പ് തന്നെ ഗുജറാത്ത് മോഡലും UP മോഡലും നിർബന്ധപൂർവം തങ്ങൾക്ക് കിട്ടിയ അധികാരം അത് തെറ്റായ രൂപത്തിൽ പ്രയോഗിക്കുന്ന രീതി തുടരാൻ വേണ്ടി പോകുന്നത്. അതൊന്നും ഈ കോർപ്പറേഷൻ ആണോ അവസാന വാക്ക് പറയേണ്ടത്? കോർപ്പറേഷൻ മോഡലിലൂടെ ഒരു ഗവൺമെന്റ് ഇല്ലേ? ആ ഗവൺമെന്റിന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരാവകാശങ്ങളില്ലേ? ഞാൻ പറഞ്ഞിട്ട് ചോദിക്കാം. ഇപ്പൊ നെടുങ്കാട് എന്ന് പറയുന്ന ഒരു വാർഡുണ്ട്, അവിടെ BJP ജയിച്ച വാർഡാണ്, എൻ്റെ മണ്ഡലത്തിലാണ്. അവിടെ നെടുങ്കാട് ഗവൺമെന്റ് സ്കൂളിലാണ് അവിടുത്തെ ഓഫീസ് പ്രവർത്തിക്കുന്നത്, അവിടുത്തെ കൗൺസിലറെ. ഞാൻ തന്നെയാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ അവിടെ RSSന്റെ റൂട്ട് മറിച്ചും വൈകുന്നേരം ആകുമ്പോൾ ശല്യമൊക്കെ ആയതുകൊണ്ട് സ്കൂളിന്റെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അത് അവിടുന്ന് ഒഴിവാക്കാൻ ഒഴിവാക്കണോ എന്നുള്ള നിലയിൽ പുതിയ കൗൺസിലറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ധിക്കാരോ അഹങ്കാരോ ഒന്നും ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു DGP വിചാരിച്ചാൽ പ്രോട്ടോകോൾ പ്രകാരം ഒരു നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു MLA-യുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെയാണോ ഒരു കൗൺസിൽ വിചാരിച്ച ഇവിടെ നടക്കാൻ പോകുന്നത്? അതൊന്നും പിന്നെ ആ ഭീഷണി വിരട്ടൊന്നും വില പോകുന്ന പ്രശ്നമേ ഇല്ല. താൻ ഒരു അസൗകര്യം അറിയിച്ച് റിക്വസ്റ്റ് ചെയ്താണ് അതിനെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അവർക്ക് ഒരു അസൗകര്യം അറിയിക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്താ അധികാരം അസൗകര്യം അറിയിപ്പിക്കേണ്ട? അവരാണ് ഒരു MLA-ക്ക് വേണ്ടി പിന്നെ MLA അവിടെ ആഫീസ് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത്. അവർക്ക് അവരുടെ അസൗകര്യം അത് പ്രശാന്തിനോട് പറയേണ്ട കാര്യം എന്തോ? ചേച്ചി എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്, സഹോദരനോട് എന്ന രീതിയിൽ പറഞ്ഞാണെന്നാണ് ശ്രീലേഖ പറഞ്ഞത് അവസാനിപ്പിക്കുന്നത്. അല്ല, അതൊന്നും എനിക്കറിയില്ല. സഹോദരനാണോ സഹോദരിയാണോ പിന്നെ മറ്റേതെങ്കിലും ബന്ധത്തോണ്ടൊന്നും അതൊന്നും എനിക്കറിയില്ല. അവർക്ക് എന്ത് അവകാശം, എന്ത് അധികാരം? ഏതെങ്കിലും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമപുസ്തകത്തിൽ എല്ലാം പറയുന്നുണ്ടോ? പ്രോട്ടോകോൾ മാനുവൽ പ്രകാരം വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവര് ഒരു കോർപ്പറേഷൻ്റെ ഒരു കൗൺസിലർ അതിലൊരു പറ്റിയൊരു അബദ്ധം നമുക്ക് നമ്മുടെ പ്രശാന്തിന് സാധാരണഗതിയിൽ സൗജന്യമായിട്ട് അവിടെ ആഫീസ് പ്രവർത്തിക്കും. ഈ മാന്യൻ MLA ചെയ്തതെന്ന് വെച്ചാൽ അയാളെ മേയറും കൂടെയാണ്. അയാളെ കാലഘട്ടത്തിലാണ് ഈ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് ഒരു ഓഫീസ് പിന്നെ എല്ലാ വാർഡുകളിലും ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ മേയറായിരുന്നപ്പം ഇവരൊക്കെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അപ്പൊ ഈ മാന്യം ചെയ്തെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഓഫീസിൽ ഒരു കത്തെഴുതി കൊടുത്ത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പാസ്സാക്കി ഒരു കരാറടിസ്ഥാനത്തിൽ 750 രൂപ മറ്റോ മാസം വാടകയും കൊടുത്താണ് അവിടെ പ്രവർത്തിക്കുന്നത്, ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ കാര്യം ഒന്നും മനസ്സിലാക്കാതെ ഈ പിന്നെ കൗൺസിലർ വന്ന ശേഷം പിന്നെ യഥാർത്ഥത്തിൽ അവർ പരസ്യമായിട്ട് എനിക്ക് തനിക്കുണ്ടായ പെശക് ഇതിന്മേൽ ആവർത്തിക്കില്ലാതെ പരസ്യമായി മാപ്പ് പറയണം. മേയർ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണം നടത്തണം. പിന്നെ അതാണ് എനിക്ക് സംബന്ധിച്ചിടത്തോളം പറയാം.